നമുക്കൊരു പ്രതീക്ഷ നമുക്കില്ലായിരുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള, നമ്മുടെ അയൽപ്പക്കത്തുള്ള, നമ്മുടെ ബന്ധങ്ങളിലുള്ള, നമ്മുടെ കൂട്ടുകാരിലുള്ള പലരും, അവരൊക്കെയും ഇന്ന്, അന്നുണ്ടായിരുന്ന പലരും ഇന്നില്ല. അവരൊക്കെ ഖബറുകളിലേക്ക് പോയി. അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, ഈ റമളാൻ ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ റമളാനാക്കി കളയരുത് റബ്ബേ. ഇനിയും ഒരുപാട് റമളാനുകളെ വരവേൽക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് അവസരവും ചാൻസും നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ എന്ന് നമ്മൾ ഓരോരുത്തരും റബ്ബിനോട് നന്നായി കരഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്തിരുന്നു. ഇപ്പോൾ അള്ളാഹു നമുക്കൊരു ചാൻസ്, ഒരവസരം അള്ളാഹു തആല നൽകിയിരിക്കുകയാണ്. നമ്മുടെ മുമ്പിലേക്ക് പരിശുദ്ധ റമളാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾക്ക് ആനന്ദമാണ്, സന്തോഷമാണ് അല്ലേ? അവർ ദ്വാരക്കുകയാണ്, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, റബ്ബേ എത്തിക്കണേ അല്ലാ, ആ റമളാനിലേക്ക് ഞങ്ങളെയൊന്ന് എത്തിക്കണേ അല്ലാ. ഇബാദത്തുകൾ ചെയ്യാൻ, പടച്ച റബ്ബേ നോമ്പെടുക്കാൻ, തറാവീഹ് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് വല്ലാത്ത ആശയുണ്ട് റബ്ബേ, ആഗ്രഹമുണ്ട് റബ്ബേ, ഒന്ന് എത്തിക്കണേ അല്ലാ. പരിശുദ്ധ റമളാനിലേക്ക് നീ ഞങ്ങളെയൊന്ന് എത്തിക്കണേ അല്ലാ. റബ്ബിനോട് നമ്മളൊക്കെയും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായ നോമ്പെടുക്കാൻ, പൂർണ്ണമായ തറാവീഹ് നിസ്കരിക്കാൻ, പൂർണ്ണമായി പരിശുദ്ധ റമളാൻ നന്നായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹുവേ റബ്ബേ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ. ബിഹഖ് സയ്യിദിനാ വനബിയിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് സമാഗതമാകുന്നു. സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, അനുഗ്രഹത്തിന്റെ, കാരുണ്യത്തിന്റെ, മഗ്ഫിറത്തിന്റെ, നരകമോചനത്തിന്റെ, പാപമോചനത്തിന്റെ, സ്വർഗപ്രവേശനത്തിന്റെ ഒരായിരം സന്തോഷങ്ങളുമായി പരിശുദ്ധ റമളാൻ ശരീഫിത നമ്മളിലേക്ക് കടന്നു വരുന്നു. വിശ്വാസികൾക്ക് എങ്ങനെയാണ് സന്തോഷമുണ്ടാകാതിരിക്കുക അല്ലേ? നമ്മളോട് ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിലേക്ക് പോയി. പോയ ആ മനുഷ്യൻ കുറെ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം ഇന്ന ഡേറ്റിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, നാട്ടിലേക്ക് നമ്മളെ കാണാൻ വേണ്ടി ഒരു മാസത്തെ അവധിക്ക് വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോ സ്നേഹമുള്ള ഭാര്യമാർ, സ്നേഹമുള്ള മക്കളുമാർ, അവർക്കെന്തൊരു സന്തോഷമാണ്, അവർക്കെന്തൊരു സന്തോഷമാണ്. അവരിങ്ങനെ എല്ലാം തയ്യാറാക്കും, എല്ലാം അവരിങ്ങനെ പ്ലാൻ ചെയ്യും. വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. വീട് വൃത്തിയാക്കുന്നു, റൂം വൃത്തിയാക്കുന്നു, ഡ്രസ്സും ഒക്കെ എടുത്ത് അലക്കി എല്ലാം ക്ലീനാക്കിയിടാൻ വേണ്ടി നമുക്ക് എന്തൊരു തിടുക്കമാണ്. ഈ ഒരു തിടുക്കം എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമളാൻ കടന്നു വരുമ്പോ വിശ്വാസികളുടെ മനതലങ്ങളിൽ ഉണ്ടാകണം. ആ ഒരു തിടുക്കം നമ്മുടെ ഖൽബിലുണ്ടാകണം. റമളാൻ ഇങ്ങ് വന്നെത്തിപ്പോയി. ഇനി തുച്ഛമായ ദിവസങ്ങൾ, എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ്. എന്ത് തയ്യാറെടുപ്പുകളാണ് ഞാൻ എടുത്തത്. വീട് വൃത്തിയാക്കുന്നുണ്ട്, വീടിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കുന്നുണ്ട്, പഴയ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകിയതാ നമ്മൾ വെക്കുന്നുണ്ട്, അടുക്കള വൃത്തിയാക്കുന്നുണ്ട്, എല്ലാം നമ്മൾ ശുദ്ധീകരിക്കുന്നുണ്ട്. അതെ, അതൊക്കെ വേണ്ടുന്നത് തന്നെയാ. അതോടൊപ്പം നമ്മുടെ ഖൽബും നമ്മളൊന്ന് വൃത്തിയാക്കണം. റമളാനിനെ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തില് നമ്മുടെ ഹൃദയത്തെയും നമ്മളൊന്ന് സംസ്കരിച്ചെടുക്കണം. ഹൃദയത്തിൻ്റെതായ ദുസ്വഭാവങ്ങള് അതൊക്കെയും ഒന്ന് മാറ്റിവെക്കണം. അല്ലാഹുവേ റബ്ബേ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ. റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഖൽബ് നമ്മൾ റെഡിയാക്കി എടുക്കണം. വരവേൽക്കാൻ വേണ്ടി നമ്മൾ നന്നായി ഒരുങ്ങണം. ഈ മുന്നൊരുക്കം നമ്മുടെ അകവും പുറവും നന്നായി ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ്. അതിലൊന്നാമതായി വേണ്ടതെന്താണ്? നല്ല തൗബ, ഖാലിസായ നല്ല തൗബ ചെയ്ത് നമ്മൾ മടങ്ങണം. നേരത്തെ സൂചിപ്പിക്കുകയാണ്, റമളാൻ എത്തിയതിനു ശേഷമല്ല നമ്മൾ തൗബ ചെയ്യേണ്ടത്. തൗബ ചെയ്യേണ്ടത് എപ്പോഴാണ്? റമളാൻ എത്തുന്നതിന് മുമ്പെയാണ് നമ്മളൊക്കെ തൗബ ചെയ്യേണ്ടത്. നല്ല തൗബ ചെയ്യണം. നല്ല തൗബ എന്ന് പറഞ്ഞ നല്ല ഖാലിസായ തൗബ ചെയ്യണം. ആത്മാർത്ഥമായ തൗബ ചെയ്യണം. കാക്ക തൗബ ചെയ്തിട്ട് കാര്യമില്ല. അള്ളാനെ പറ്റിക്കുന്ന തൗബ ചെയ്തിട്ട് കാര്യമില്ല. അള്ളാനെ നമുക്ക് പറ്റിക്കാൻ പറ്റുമോ? അള്ളാനെ നമുക്ക് പറ്റിക്കാൻ കഴിയോ? ഇല്ലല്ലോ. റബ്ബിനെ നമുക്ക് പറ്റിക്കാൻ കഴിയില്ല. മറ്റു മനുഷ്യന്മാരെ ഒക്കെ നമുക്ക് പറ്റിക്കാൻ കഴിയുമെങ്കിലും റബ്ബിനെ പറ്റിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടിയുള്ള ആത്മാർത്ഥതയോടുകൂടിയുള്ള തൗബ. റബ്ബേ, ഞാൻ പല പല തെറ്റുകളും ചെയ്തുപോയി, കണ്ടുപോയി, കേട്ടുപോയി. ഞാൻ എന്റെ കൈകൾ കൊണ്ട് പിടിച്ചുപോയി റബ്ബേ, കാലുകൾ കൊണ്ട് നടന്നുപോയി റബ്ബേ, എന്റെ ഖൽബ് കൊണ്ട്, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ പലതും 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 ചിന്തിച്ചു പോയി റബ്ബേ. എനിക്ക് നീ ഒന്ന് പുറത്തു തരണേ അല്ലാ, എനിക്ക് നീ ഒന്ന് പുറത്തു തരണേ അല്ലാ. ഇനി മേലിൽ അത്തരം തെറ്റുകുറ്റങ്ങളിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്ന് ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നല്ല ദൃഢതയോടുകൂടി പറയാൻ കഴിഞ്ഞാൽ, അങ്ങനെയൊന്ന് ദുആ ചെയ്യാൻ കഴിഞ്ഞാൽ, അങ്ങനെയൊന്ന് റബ്ബിലേക്ക് ഒന്ന് ഖേദിച്ചു മടങ്ങാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ, അതാണ് ഖാലിസായ തൗബ. ഉത്ലുബ് മതാബം ബിന്നദാമത്തി മുഖ്ലിആ വബിഅസ്മി തർക്കി ദംബി ഫീമാ ഇസ്തഖ്ബലാ. അതെ, ചെയ്തുപോയത് മുഴുവനും എടുത്തു പറഞ്ഞ് റബ്ബിനോട്, റബ്ബേ, ഞാൻ ഇന്നതൊക്കെ 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 ഇന്ന സമയങ്ങളിലായി ചെയ്തു പോയി റബ്ബേ, നീയല്ലാതെ പുറത്തു തരാൻ അർഹതയുള്ള മറ്റാരും ഇല്ല റബ്ബേ. രാജാവായ റബ്ബേ, നിന്റെ മുമ്പിലല്ലാതെ തേടാൻ എനിക്കൊരിടമില്ല. അതുകൊണ്ട് എന്റെ ഖൽബിന്റെ വ്യതകൾ കേട്ട്, എന്റെ ഈ നൊമ്പരങ്ങൾ കേട്ട്, പടച്ച റബ്ബേ, പടച്ച റബ്ബേ, എനിക്ക് നീ ഖാലിസായ തൗബയൊന്ന് തരണേ അല്ലാ എന്ന് റബ്ബിലേക്ക് ഒന്ന് ഖേദിച്ചു മടങ്ങലാണ് ഒന്നാമതായി നമുക്ക് വേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശാലമായ ഒരു ഹദീസ് വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പൊന്നാര മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് ഒരു ഖുതുബ, ഒരു പ്രഭാഷണം മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തി. എപ്പോഴാണ്? ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ അവസാനത്തെ ഏതോ ഒരു ദിവസത്തിൽ പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്കൊരു വഅദ് പറഞ്ഞു തന്നു. മുത്തുനബി തങ്ങളുടെ വഅദ് എന്താ? മുത്തുനബിയുടെ വഅദ് എപ്പോഴാണ് ഈ വഅദ് നടത്തുന്നത്? എപ്പോഴാണ് ഈ വഅദ് നടത്തുന്നത്? പരിശുദ്ധമായ ശഅബാൻ മാസം അവസാനം പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനെ മുഴുവനും വിളിച്ചുകൂട്ടി. എന്നിട്ട് സ്വഹാബത്തിന് ഒരു വഅദ് പറഞ്ഞു കൊടുത്തു. ഫഖാല യാ അയ്യുഹന്നാസ്,
മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിക്കുകയാണ്, യാ അയ്യുഹൽ നാസ്, ഓ ജനങ്ങളെ. കണ്ടോ, മുത്തുനബി തങ്ങളും റമളാൻ എത്തുന്നതിന് മുമ്പേ ഒരു മുന്നൊരുക്ക പ്രഭാഷണം നടത്തുകയാണ്. സ്വഹാബത്തിന് ഒരു മുന്നൊരുക്ക പ്രഭാഷണം നടത്തുകയാണ്. നമ്മളോടൊക്കെ പറയും പോലെ പലതവണ പറയേണ്ടതില്ല. സ്വഹാബത്തിനോട് ഒരൊറ്റ തവണ പറഞ്ഞു കൊടുത്താൽ മതി. സ്വഹാബത്തിനോട് മുത്തുനബി തങ്ങൾ എന്താ പറഞ്ഞത്? സ്വഹാബത്തെ ഖദ് അളല്ലകും ശഹ്റുൽ അളീം, നിങ്ങളിലേക്ക് വളരെ മഹോന്നതമായ, വളരെ മഹത്വമേറിയ ഒരു മാസം ഇതാ കടന്നു വന്നിരിക്കുന്നു. എങ്ങനത്തെ മാസമാണ്? ശഹ്റും മുബാറകുൻ, അത് അനുഗ്രഹീതമായ മാസമാണ്. എങ്ങനത്തെ മാസമാണ്? അനുഗ്രഹീതമായ മാസമാണ്. നമ്മൾ പറയാറില്ലേ, സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച ദിവസമാണ്. 7 ദിവസങ്ങൾ, ആ 7 ദിവസങ്ങളിൽ ഒരു ദിവസത്തെ, ആ 7 ദിവസങ്ങളുടെ നേതാവായി അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്. ഏതാണ് ആ ദിവസം? സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, ജുമുഅ ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേകമായ കോൺഫറൻസ് നടത്തുന്നത്, ഒരു പ്രത്യേകമായ ഒരു കൂടിയാലോചന നടത്തുന്നത്. മുഅ്മിനീങ്ങൾ പ്രത്യേകമായ വെള്ളിയാഴ്ച ദിവസം ജുമുഅ എന്ന ഒരു പ്രത്യേകമായ ഇബാദത്ത് നടത്തുന്നത്. അതെന്തുകൊണ്ടാണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ആയതുകൊണ്ടാണ്. എന്ത് പ്രാധാന്യമാണ് വെള്ളിയാഴ്ച ദിവസത്തിനുള്ളത്? പൊന്നാര മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ നേതാവ്, ദിവസങ്ങളുടെ നേതാവ് അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഇതേപോലെ മാസങ്ങൾക്കും ഒരു നേതാവുണ്ട്. അള്ളാഹുവിന്റെ കണക്കനുസരിച്ച് 12 മാസങ്ങളാണുള്ളത്. ആ 12 മാസങ്ങളിൽ ഒരു മാസം ഈ 12 മാസങ്ങളുടെയും നേതാവാണെന്ന് പൊന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏതാണ് ആ മാസം? സയ്യിദ് ശുഹൂരി, ശുഹൂർ മാസങ്ങളുടെ നേതാവ്, ശഹ്റു റമളാൻ. അത് പരിശുദ്ധമായ റമളാൻ മാസമാണ്. അത് പരിശുദ്ധമായ റമളാൻ മാസമാണ്. മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നു, അത് ശഹ്റുൽ മുബാറകുൻ, അനുഗ്രഹീതമായ മാസമാണ്, ബറക്കത്താക്കപ്പെട്ട മാസമാണ്. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറയുന്നു, ശഹ്റു ഫീഹി ലൈലത്തുൽ ഖൈറും മിൻ അൽഫി ശഹ്ർ, ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ആ മാസം 30 ദിവസമാണ്. ആ 30 ദിവസത്തില് ഒരു പ്രത്യേകമായ രാത്രിയുണ്ട്. ആ രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമേറിയ രാത്രിയാണ്. 1000 മാസം അതേ റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു. 1000 മാസം അതേ പടച്ചവന് വേണ്ടിയിട്ട് നോമ്പെടുക്കുന്നു. 1000 മാസം ഇടതടവില്ലാതെ റബ്ബിന് വേണ്ടി സുജൂദിൽ കിടക്കുന്നു. 1000 മാസം തുടരെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രതിഫലമാണ് പരിശുദ്ധ റമളാനിലെ ഈ ഒരൊറ്റ രാത്രിക്ക് അല്ലാഹു തആല നൽകുന്നത്. പൊന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ട് പറയുന്നു, ജഅലല്ലാഹു സിയാമഹു ഫരീള, ആ മാസത്തിലെ നോമ്പ് അല്ലാഹു തആല നിർബന്ധമാക്കിയിരിക്കുന്നു. വഖിയാമ ലൈലത്തിൽ തതവ്വുഅ, ആ രാത്രിയിലെ, ആ മാസത്തിലെ രാത്രികളില് നിന്ന് നിസ്കരിക്കുന്നത് സുന്നത്തായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരി, ആ മാസത്തില് ഒരു നന്മ കൊണ്ട് ആരെങ്കിലും റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ കാന കമൻ അദ്ദാ ഫരീദത്തൻ ഫീമാ സിവാ,
അവനൊരു ഫർള് നിർവഹിച്ചതിന്റെ പ്രതിഫലമാണ്. ഒരു നന്മ, ഏതെങ്കിലും ഒരു നന്മ പരിശുദ്ധ റമളാനിൽ ആ നന്മ കൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ അവനൊരു ഫർള് നിർവഹിച്ചതിന്റെ പ്രതിഫലമാണ്. പൊന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, വമൻ അദ്ദാ ഫരീദതൻ ഫീഹി, ആ മാസത്തില് ആരെങ്കിലും ഒരു ഫർദ് നിസ്കരിച്ചാൽ കമൻ അദ്ദാ 70 ഫരീദതൻ ഫീമാ സിവാ, ആ മാസത്തിൽ ഒരു ഫർദ് നിസ്കരിച്ചാൽ, ഒരു ഫർദ് നിർവഹിച്ചാൽ അവൻ എന്താണ് 70 ഫരീദ, 70 ഫർദ് നിർവഹിച്ചതിന്റെ പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കെന്റെ പ്രിയപ്പെട്ടവരെ, റമദാൻ മാസത്തില് ഒരു ഫർദ് നിർവഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എത്രയാ? 70 ഫർദ് നിർവഹിച്ചതിന്റെ പ്രതിഫലമാണ്. ആയുസ്സും അമലും കുറഞ്ഞ ഈ സാധുക്കളും ഏഴകളുമാകുന്ന നമുക്ക് റബ്ബ് നൽകുന്ന വമ്പിച്ച ഓഫറിന്റെ മാസമാണ് വിശുദ്ധമായ റമളാനു ശരീഫ്. ഉപയോഗപ്പെടുത്താൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാന്മാരായ മശായിഖന്മാര്, മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി കാണാം. റമളാനിന്റെ മഹത്വം അൽ മവാഹിബുൽ ജലീൽ കാണാം. ആ പരിശുദ്ധ റമളാൻ മാസത്തിൽ ബാക്കിയുള്ള മാസം നിർവഹിക്കുന്നത് പോലെയല്ല റമളാൻ മാസത്തിലെ ഫർള് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ചിന്തിച്ചു നോക്കുന്നു, ആലോചിച്ചു നോക്ക്. എന്താ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? തഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലീൽ കാണാം, ജമാഅത്തായി നീ നിസ്കരിച്ച മാസമിൽ ഒരു റകഅത്തിൽ ഒരു രാജ്യമാണേ സ്വർഗമിൽ. പരിശുദ്ധ റമളാൻ മാസത്തില് ജമാഅത്തായി നീ നിസ്കരിക്കണം. ബാക്കിയുള്ള മാസങ്ങളിൽ ജമാഅത്തായി നിസ്കരിക്കും പോലെയല്ല റമളാൻ മാസത്തിലെ ജമാഅത്തായി നീ നിർവഹിക്കുന്നത്. കാരണം റമളാൻ മാസത്തിലെ ജമാഅത്ത് ഒരു റക്അത്തിന് സ്വർഗത്തിൽ നിനക്ക് ഒരു രാജ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരമായി നൽകുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ബാക്കിയുള്ള മാസങ്ങളിൽ ഈ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുകയില്ല. ബാക്കിയുള്ള മാസം ഈ ഒരു പ്രത്യേകത നമുക്ക് ലഭിക്കൂല. ഈ ഒരു പ്രത്യേകത റമളാനിന്റെ മാത്രം പ്രത്യേകതയാണ്. എന്താണ്? ഒരു റക്അത്തിന് ഒരു രാജ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്നു. അപ്പൊ 4 റക്അത്ത് ഫർദ് നിസ്കരിക്കുന്ന ഒരാൾക്ക് 4 രാജ്യം എന്ന് വെച്ചാൽ എന്താ? സ്വർഗം റബ്ബ് വിശാലമാക്കി കൊടുക്കുന്നതാണ്. സ്വർഗത്തിൽ ഒരുപാട് പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുന്ന, ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ? എല്ലാവരും പാസഞ്ചേഴ്സ് ആണ്. പക്ഷേ ചിലർക്ക് ഒരു പ്രത്യേകമായ പരിഗണന കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ വിസ അടിച്ച ആളുകൾക്ക് അവർക്ക് പ്രത്യേകമായ പരിഗണനയാണ്. അവർക്ക് അവിടെ നിൽക്കുന്ന ക്യൂവിൽ നിൽക്കണ്ട, അവർക്ക് അവിടെ വിഷമിക്കണ്ട, മുഷിയേണ്ട ആവശ്യമില്ല. അവർക്ക് പ്രത്യേകമായ പരിഗണനയാണ്. ഇതേപോലെ സ്വർഗത്തിലേക്ക് കടക്കുന്ന നോമ്പുകാരായ ആളുകൾ വിശുദ്ധ റമളാൻ മാസത്തിനെ ആദരിച്ച്, വിശുദ്ധ റമളാൻ മാസത്തിനെ ബഹുമാനിച്ച്, ജമാഅത്ത് നഷ്ടപ്പെടുത്തി കളയാതെ നിസ്കരിച്ച ആളുകള് അവർക്ക് സ്വർഗം റബ്ബ് വിശാലമാക്കി കൊടുക്കുകയാണ്. അല്ലാഹുവേ റബ്ബേ, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെയും ഒന്ന് ചേർത്ത് തരണേ അല്ലാഹ്. ആമീൻ ബിഹഖി സയ്യിദിനാ വനബിയിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളുടെ പ്രഭാഷണം തുടരുകയാണ്. വഹുവ ശഹ്റുസ് സബ്ർ, അത് ക്ഷമയുടെ മാസമാണ്. നോമ്പെന്ന് പറയുന്നത്, റമളാൻ എന്ന് പറയുന്നത് അത് ക്ഷമയുടെ മാസമാണ്. ഏത് ക്ഷമയില്ലാത്ത മനുഷ്യനോ ക്ഷമയെന്ന പരിശീലന കളരിയിലേക്ക് ആ മനുഷ്യനെ
ഇറക്കുന്ന മാസമാണ് അല്ലേ? അതുകൊണ്ടല്ലേ പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചത് ഇദാ കാന യൗമു സൗമി അഹദിക്കും, നിങ്ങളുടെ നോമ്പിന്റെ മാസം നിങ്ങൾക്കങ്ങ് എത്തിക്കഴിഞ്ഞാൽ, അഥവാ നിങ്ങൾക്ക് നോമ്പുകാരായി കഴിഞ്ഞാൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നോമ്പിന്റെ മാസം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫലാ യർഫുസ്, നിങ്ങൾ പിന്നെ മോശത്തരങ്ങൾ പറയരുത്, നിങ്ങൾ പിന്നെ അശ്ലീല വാക്കുകൾ ഉപയോഗിക്കരുത്, ചീത്ത വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കരുത്, സർവ്വ തിന്മകളിൽ നിന്ന് നിങ്ങൾ മാറി നിന്ന് കൊള്ളണം. ഇനിയെങ്ങാനും മറ്റൊരാൾ വന്ന് നിങ്ങളെ തെറി വിളിച്ചാലോ, വേറൊരാൾ വന്ന് നിങ്ങളെ ചീത്ത വിളിച്ചാൽ, നിങ്ങളെ ആക്ഷേപിച്ചാൽ, നീ അവരോട് പറയണം ഇന്നിമ്രുഉൻ സായിം, ഞാനൊരു നോമ്പുകാരനാണ്, ഞാനൊരു നോമ്പുകാരനാണ്, എന്നെ ചീത്ത വിളിക്കുന്ന മനുഷ്യ ഞാനൊരു നോമ്പുകാരനാണ്. ഇത് മാത്രം പറഞ്ഞ് നീ അവിടെ നിന്ന് ക്ഷമിച്ചുകൊണ്ട് ഒഴിവായി മാറിപ്പോണം. പൊന്നാര മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, നിങ്ങളുടെ നോമ്പിന്റെ ദിവസം മാസം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫലാ യർഫുദ് വലാ യസ്ഖബ് ഫഇൻ സാബഹു അഹദുൻ, ഇനി നിങ്ങളെ എങ്ങാനും മറ്റൊരാൾ വന്ന് തെറി വിളിച്ചാലോ, മറ്റൊരാൾ വന്ന് നിങ്ങളെ ഇടങ്ങേറ് ചെയ്താലോ, ബുദ്ധിമുട്ടിച്ചാലോ, നിങ്ങൾ അവരോട് പറയണം ഫൽയഖുൽ ഇന്നിമ്രുഉൻ സ്വായിം, ഞാനൊരു നോമ്പുകാരനാണ് എന്ന് മാത്രം മറുപടി പറയാം. നിങ്ങൾ 1000 തെറി വിളിച്ചു, എടാ മോനെ, മറ്റേ മോനെ, മറിച്ച മോനെ, മറ്റേ മൃഗത്തിന്റെ മോനെ, നിങ്ങളൊരു 1000 തെറി വിളിച്ചു, ഉമ്മാനെ ചേർത്ത് വിളിച്ചു, വാപ്പാനെ ചേർത്ത് വിളിച്ചു, അല്ലേ? നിങ്ങൾ ഇനി എന്ത് ചീത്ത വിളിച്ചാലും ഈ ചീത്തകൾക്കെല്ലാം ഒറ്റ മറുപടി. എന്താ മറുപടി? ഇന്നിമ്രുഉൻ സായിം, ഞാനൊരു നോമ്പുകാരനാണ്. ഇത് മാത്രം മറുപടിയായി പറഞ്ഞാൽ മതി. നോക്കൂ നിങ്ങൾ, അപ്പൊ ക്ഷമിക്കുകയല്ലേ? പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണ പാനീയങ്ങൾ പൂർണ്ണമായി വെടിയുകയല്ലേ? സർവ്വതും ത്യജിക്കുകയാണ്. ഇന്നലെ പകലുകളിൽ സിഗരറ്റ് വലിച്ച് നടന്നവനാണ്, ഇന്ന് പകല് വലിക്കാൻ കഴിയുന്നില്ല. സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് അത് വലിച്ചില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞ് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. അവർക്ക് എന്തിനാ ഒളിച്ചും പാത്തും പതുങ്ങി വലിക്കാൻ വേണ്ടി? സിഗരറ്റ് വലിക്കുന്നവർ, അതുപോലെ മുറുക്കുന്നവർ, ചിലർക്ക് പകല് രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവൂല. രാവിലെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ നാസ്ത കഴിച്ചില്ലെങ്കിൽ, അസർ കഴിയുമ്പോ ഒരു ചായ ഇന്ന ആളുടെ കടയിൽ പോയി കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു എനക്കേടാണ് എന്ന് പറയുന്ന ആളുകളില്ലേ? അപ്പൊ ഇതൊക്കെ മാറ്റിവെക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ശൈലി, ഇന്നലെ വരെയുള്ള സർവ്വ ശൈലികളും നമ്മൾ മാറ്റിവെക്കുകയാണ്. മുഴുവൻ രീതികളും നമ്മൾ മാറ്റിവെക്കുകയാണ്. എല്ലാത്തിനും നമുക്കതേ സമയപരിധികൾ വെച്ചുപോയി നമ്മൾ ക്ഷമിക്കുകയാണ്. പലതും നമ്മൾ ക്ഷമിക്കുകയാണ്, സഹിക്കുകയാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു വഹുവ ശഹ്റുസ് സബ്രി, അത് ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുൽ ജന്ന, അങ്ങനെ ക്ഷമിക്കുന്ന മനുഷ്യന് പ്രഭാതം മുതൽ വൈകുന്നേരം മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ സർവ തിന്മകളെ തൊട്ട് സർവ്വതിനെ തൊട്ടും ക്ഷമിച്ചു നിൽക്കുന്നവർ സവാബുഹു അൽ ജന്ന, അവർക്കുള്ള പ്രതിഫലം സ്വർഗമാണ്, സ്വർഗമാണ്. ഷഫീഉൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വശഹറുൽ മുവാസാതി വശഹറു യുസാദു ഫീ റിസ്ഖിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ റിസ്ഖിൽ വർധനവ് നൽകപ്പെടുന്ന മാസമാണ്. ഞാൻ ചുരുക്കുകയാണ്, റിസ്ഖിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലത നൽകുന്ന ഒരു മാസമാണ് റമളാൻ മാസം, ഇല്ലേ? സാധാരണ മാസങ്ങളെക്കാൾ വിഭവസമൃദ്ധമായ ഭക്ഷണ രീതികളാണ് പരിശുദ്ധ റമളാൻ മാസമാകുമ്പോൾ ഏതൊരു മനുഷ്യന്റെ വീട്ടിലും, എത്ര പാവപ്പെട്ടവനാണെങ്കിലും എത്ര ദരിദ്രനാണെങ്കിലും റമളാൻ മാസം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ദാരിദ്ര്യമില്ല, ആ വീട്ടിൽ പിന്നെ വിശാലമായ ഭക്ഷണമാണ്.
വ്യത്യസ്തമായ ഫ്രൂട്ട്സുകളും ജ്യൂസുകളും അതുപോലെ മറ്റ് പല പല ആഹാര പദാർത്ഥങ്ങളുമൊക്കെ വിശാലമാവുകയാണ്. സുബ്ഹാനല്ലാഹ്. മുത്തുനബി തങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയായ മനുഷ്യന്റെ റിസ്ഖിൽ അതെ സിയാദത്ത് നൽകുന്ന, അധികരിപ്പിക്കുന്ന മാസമാണ്. മൗ ഫത്തറ ഫീഹി സ്വായിമ, ആരെങ്കിലും ആ മാസം ഒരു നോമ്പുകാരനെ കൊണ്ട് ഒരു നോമ്പ് തുറ കൊടുത്താൽ, ഇത് ഒരു ഹദീസാണ്, ഇതൊരു ഹദീസാണ്, വിശാലമായ നമ്മൾ ഹദീസ് പറയുമ്പോ തലയും വാലും മാത്രം പറഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഈ ബിദ്അത്തുകാർക്ക് അമളി പറ്റിപ്പോയത്. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ബിദ്അത്തുകാരില്ലേ, അവർക്ക് അമളി പറ്റി അബദ്ധം പറ്റിപ്പോയത് എന്താണ്? തലയും വാലും മാത്രമേ പറയുള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറയുമ്പോ അത് പൂർണ്ണമായി പറയണം. അതാണ് അതിന്റെ അദബ്. അതുകൊണ്ടാണ് ഞാൻ ആ ഹദീസ് വേഗം വായിച്ചങ്ങ് വിടുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ഈ പരിശുദ്ധ റമദാൻ മാസം മുത്തുനബി തങ്ങളുടെ പ്രഭാഷണമാണ്. റമദാൻ മാസമായി കഴിഞ്ഞാൽ മൗ ഫത്തറ ഫീഹി സ്വായിമ, ആരെങ്കിലും ഒരു നോമ്പുകാരന് ഒരു നോമ്പ് തുറ നൽകിയാൽ കാന ലഹു മഗ്ഫിറത്തൻ ലിദുനൂബിഹി, അവന്റെ സർവ പാപങ്ങളും പൊറുക്കപ്പെടാൻ അതേ ആ നോമ്പ് തുറ ഒരു കാരണമായി തീരുന്നു. സുബ്ഹാനല്ലാഹ്. വ ഇത്ഖ റഖബത്തിൻ മിനന്നാർ. നന്നായിട്ട് ചിന്തിക്കണം, നന്നായിട്ട് ആലോചിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നോമ്പ് തുറ നടത്തണം. മൻ ഫത്തറ ഫീഹി സായിമ കാന ലഹു മഗ്ഫിറത്തൻ ലിദുനൂബിഹി, അവന്റെ സകല പാപങ്ങളും പൊറുക്കപ്പെടാൻ അതൊരു കാരണമായി തീരും ഇൻഷാ അല്ലാഹ്. നമ്മളൊക്കെ നമ്മുടെ നാടുകളിൽ ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ടാണെങ്കിലും നോമ്പ് തുറ കൊടുക്കണം, നോമ്പ് തുറ കൊടുക്കണം. അതൊരു ഗ്ലാസ് വെള്ളമാണെങ്കിലും ഇൻഷാ അല്ലാഹ് നോമ്പ് തുറ കൊടുക്കണം. നമ്മുടെ ദാറുൽ മുസ്തഫ, നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനം, ആ ദാറുൽ മുസ്തഫയിൽ ഒരു ദിവസത്തെ നോമ്പ് തുറ 3800 രൂപയാണ്. 3800 രൂപ. ഞാൻ നിങ്ങളോട് ഈ 3800ന്റെ കഥ പറഞ്ഞു, നിങ്ങളൊക്കെ തരണം എന്നല്ല എന്റെ അർത്ഥം. പിന്നെ അവിടെ പഠിക്കുന്ന ആ മക്കൾക്ക് ഒരു ദിവസത്തെ നോമ്പ് തുറ കൊടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും നമ്മുടെ ബന്ധുക്കളിൽ കൂട്ടുകാരിൽ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നോമ്പ് തുറപ്പിക്കാനല്ലേ എന്ന് കരുതി നിങ്ങൾ നിയ്യത്താക്കിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലേ, കേട്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിട്ടെങ്കിലും ഒരു ഇൻഷാ അല്ലാഹ് പറയും നോക്കട്ടെ. അല്ലാഹു തആല നമുക്ക് നല്ല ജീവിതത്തിൽ ഖൈറും സന്തോഷവും ഇസ്സത്തും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേഗം ഓടിച്ചിട്ട് ആ ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഹൃദയം വെളിച്ചമാക്കി തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ നോമ്പ് തുറയെക്കുറിച്ചങ്ങ് പറഞ്ഞപ്പോ അതേ വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഉൻ. നിങ്ങൾ നോമ്പ് തുറ നടത്തുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, അതുപോലെ നരകത്തിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കുന്നതിന്റെ പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നു. അതും മാത്രമല്ല, നിങ്ങൾ എത്ര പേരെ വിളിച്ചാണോ നോമ്പ് തുറ കൊടുക്കുന്നത്, ആ നോമ്പുകാരായ ആളുകളുടെ അത്രയും നോമ്പിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കുകയും ചെയ്യുന്നു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതേ അവിടുന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ ആ നോമ്പുകാരായ ആളുകളുടെ നോമ്പിന്റെ പ്രതിഫലം അവർക്കൊട്ടും കുറയുകയും ചെയ്യുന്നില്ല. ഞാനിപ്പോ നോമ്പുകാരനാ, എന്നെ നിങ്ങൾ വിളിച്ചിട്ട് ഒരു നോമ്പ് തുറ നൽകി, നോമ്പ് തുറ നൽകി, ആ നമ്മുടെ ഇന്ന ഉസ്താദല്ലേ, നമുക്കൊന്ന് വിളിച്ചൊരു നോമ്പ് തുറ കൊടുക്കാം, അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് എനിക്ക് നോമ്പ് തുറ നൽകി. എന്നാൽ ഞാൻ പിടിച്ച എന്റെ നോമ്പിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതേപോലെ ഞാൻ പിടിച്ച എന്റെ നോമ്പിന്റെ പ്രതിഫലം എനിക്കൊട്ടും കുറയുന്നതും ഇല്ല.
റബ്ബല്ലേ പ്രതിഫലം തരുന്നത്, അല്ലാഹുവല്ലേ പ്രതിഫലം തരുന്നത്. നോമ്പ് പിടിച്ച എന്റെ നോമ്പ് പിടിച്ചതായ പ്രതിഫലം ഒട്ടും കുറയ്ക്കാതെ തന്നെ ഞാൻ പിടിച്ചതുപോലത്തെ പ്രതിഫലം നിങ്ങൾക്കും അല്ലാഹു തആല നൽകുന്നു. ഇത് കേട്ടപ്പോ സ്വഹാബത്തിന് ആവേശമായി. ഇത് കേട്ടപ്പോ സ്വഹാബത്തിന് ആവേശമായി. അതേ നബിയേ, ഞങ്ങൾക്കും താല്പര്യമുണ്ട് നോമ്പ് തുറ കൊടുക്കാൻ. അതേ, ഞങ്ങൾക്കും താല്പര്യമുണ്ട്. യാ റസൂലല്ലാഹ്, മുത്തു നബിയേ, മുത്തു നബിയേ, ലൈസ കുല്ലുനാ യജിദു മാ യുഫ്തിറു സായിം. നബിയേ, ഞങ്ങൾക്കും നോമ്പ് തുറ കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു നോമ്പുകാരനെ വിളിച്ചു വരുത്തി നോമ്പ് തുറ കൊടുക്കാനുള്ള അതേ ആഹാരമോ അതിനുള്ള സമ്പത്തോ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ നബിയേ. ഞങ്ങൾ എന്താണ് ചെയ്യുക? മുത്തു നബി തങ്ങൾ ആ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യുഅ്തില്ലാഹു ഹാദ സവാബ, ഈ പ്രതിഫലം അല്ലാഹു തആല നൽകുന്നു. മൻ ഫത്തറ സായിമൻ അലാ മദ്ഖത്തി ലബനിൻ ഔ തംറത്തിൻ ഔ ശർബത്തിൻ മിൻ മാ, ഒരു കീറ് ഈത്തപ്പഴം നിങ്ങളെ കൊണ്ട് മറ്റൊരാൾക്ക് നോമ്പ് തുറക്കാൻ മേടിച്ചു കൊടുക്കാൻ കഴിയുമോ? ഒരു ഈത്തപ്പഴം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമോ? അതല്ലെങ്കിൽ ഒരു ഇറക്ക് വെള്ളം കൊടുക്കാൻ കഴിയുമോ? ഒരൽപ്പം പാല് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമോ? എന്നാലും അല്ലാഹു തആല നിങ്ങൾക്ക് ഈ പ്രതിഫലം പൂർണ്ണമായി നൽകുന്നതാണ്. നമ്മളെ കൊണ്ട് ഇപ്പൊ ഒരു ആടിനെ മേടിച്ച് കുറെ ഒറോട്ടിയൊക്കെ വെച്ച് മട്ടൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ചെയ്ത് വിശാലമായ ഒരു ഇഫ്താർ നടത്താൻ നമ്മൾക്ക് പണമില്ല, ആവതില്ല എന്ന് വെച്ച് നമുക്ക് റബ്ബ് പ്രതിഫലം വല്ലതും കുറയ്ക്കോ? ഇല്ല. ഒരൽപ്പം ഈത്തപ്പഴം വാങ്ങി നമ്മൾ ഓരോന്ന് കൊടുത്തു നോക്ക്. ആ ഈത്തപ്പഴം കൊടുത്താലും, ചെറിയ ബോട്ടിൽ വെള്ളം കിട്ടും, ആ വെള്ളം മേടിച്ചു കൊടുത്താലും, അല്ലെങ്കിൽ ഒരൽപ്പം പാല് വാങ്ങിച്ചു കൊടുത്ത് ആ പാല് വാങ്ങിച്ചു കൊടുത്താലും ഈ വിശാലമായ ഇഫ്താറിന്റെ നോമ്പുതുറയുടെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ഗൗസുൽ വറ തസ്കിയ മജ്ലിസിന്റെ വകയായി 66 പാവങ്ങളായ കുടുംബങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു 10 ദിവസമെങ്കിലും നോമ്പ് പിടിക്കാനും നോമ്പ് തുറക്കാനും പറ്റുന്ന ആഹാര സാധനങ്ങൾ കൊടുക്കാൻ അൽഹംദുലില്ലാഹ് നമ്മൾ തീരുമാനിച്ചു. അതിനൊക്കെ അതിന്റെ പ്രവർത്തകർക്കും അതിനൊന്നും നിങ്ങളോടൊന്നും പിരിവ് ചോദിക്കുന്നില്ല. ഇപ്പോ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ സഹായിച്ചു അല്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അതിന് പ്രതിഫലം തരുമാറാകട്ടെ. നിസ്കാരക്കുപ്പായം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ ആത്മാർത്ഥമായി സഹകരിച്ചു. നമ്മൾ 33 മനസ്സിൽ കരുതിയപ്പോ 56 നിസ്കാരക്കുപ്പായം അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് നമ്മൾ സമ്മാനിച്ച് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം അഥവാ മാർച്ച് 10 നമ്മൾ അത് കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഇനി 66 പാവങ്ങളായ കുടുംബങ്ങൾക്ക് കുറഞ്ഞതൊരു 10 ദിവസമെങ്കിലും സുഭിഷ്ടമായി നോമ്പെടുക്കാനും നോമ്പ് തുറക്കാനും പറ്റുന്ന ഈത്തപ്പഴം അടങ്ങുന്ന ഒരു കിറ്റ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിന്റെ വകയായി നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാം എളുപ്പമാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഒക്കെ എളുപ്പമാക്കി തരട്ടെ. പിരിവൊന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഇൻഷാ അല്ലാഹ് ഒരു കിറ്റിന് 1300 രൂപയാണ്. നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ കാണുമല്ലോ ഇപ്പോഴത്തെ സാഹചര്യം, ചൂടും വെയിലും അതുപോലെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു 10 പേരോട് പറയാ, ഒരു ചാക്ക് അരി എടുത്തു തരാൻ പറയാ, ഒരു വലിയ പാക്കറ്റ് ഈത്തപ്പഴം എടുത്തു തരാൻ പറയാ. അങ്ങനെയൊക്കെ പറയുമ്പോ ആളുകൾക്ക് എടുത്തു തരാൻ കഴിയും. അവർക്ക് ബുദ്ധിമുട്ട് വരൂല. അവർക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്, നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ലല്ലോ, നമുക്ക് ഉപജീവന മാർഗം നടത്താൻ വേണ്ടിയിട്ടല്ലല്ലോ, പാവങ്ങൾക്ക് നോമ്പ് തുറ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ കൊടുക്കും. അപ്പൊ സഹാബത്തിന്റെ ചോദ്യം, നബിയെ ഞങ്ങളുടെ കയ്യിലൊന്നും വലിയ വിശാലമായി ഇഫ്താർ നടത്താനുള്ള സംഗതിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല നബിയെ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പറ്റുമോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ, ഒരു ഇറക്ക് വെള്ളം കൊടുക്കാൻ, ഒരു ഈത്തപ്പഴ കഷ്ണം വാങ്ങിച്ചു
കൊടുക്കാൻ കഴിയോ? ഒരല്പം പാല് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയോ? എന്നാൽ നിങ്ങൾക്കും അതിന്റെ പ്രതിഫലം അല്ലാഹു തആല നൽകുന്നതാണ്. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, വമൻ അസ്ബഅ സ്വാഇമ, നിങ്ങളിൽ ആരെങ്കിലും ഒരു നോമ്പുകാരന് വയറ് നിറച്ച് നല്ല ആഹാരം കൊടുക്കുകയാണെങ്കിൽ, അതേ സഖാഹുല്ലാഹു മിൻ ഹൗലി ശർബതൻ ലാ യൽമഉ ഹത്താ യദ്ഖുലൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു നോമ്പുകാരന് വയറ് നിറച്ച് നല്ല ആഹാരം നോമ്പ് തുറയുടെ നേരത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ? അങ്ങനെ നിങ്ങൾ കൊടുത്താൽ സഖാഹുല്ലാഹു മിൻ ഹൗലി, എന്റെ ഹൗല്, ആ ഹൗലുൽ കൗസറിൽ നിന്ന് അതേ ഒരിക്കൽ കുടിച്ചാൽ ലാ യൽമഉ ബഅദഹാ അബദാ, ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ദാഹമേ ഉണ്ടാവുകയില്ല. അങ്ങനത്തെ വെള്ളമാണ് ഹൗലുൽ കൗസറിലെ വെള്ളം. പാലിനേക്കാൾ വെളുത്ത വെള്ളമാണ്, തേനിനേക്കാൾ മധുരമുള്ളതാണ്, കസ്തൂരിയേക്കാൾ ഗന്ധമുള്ളതാണ്. ആ ഹൗലുൽ കൗസറിലെ വെള്ളം അവനെ കൊണ്ട് കുടിപ്പിക്കുന്നതാണ്. ലാ യൽമഉ ഹത്താ യദ്ഖുലൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കും വരെ പിന്നെ അവന് ഒരിക്കലും ദാഹമുണ്ടാവുകയില്ല. മുത്തുനബി തങ്ങളുടെ പ്രഭാഷണം തുടരുകയാണ്. വഹുവ ശഹ്റുൽ അവ്വലുഹു റഹ്മ, റമളാൻ മാസം എന്ന് പറയുന്നത് ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10ആണ്. ആകാശഭാഗത്ത് നിന്ന് സർവാധിപതിയായ സർവഗുണ സമ്പൂർണ്ണ സൃഷ്ടിപ്പ് സംഹാരിയായ സർവേശ്വരനായ പടച്ചതമ്പുരാൻ അവന്റെ കാരുണ്യം മുഴുവനും ഭൂമി ലോകത്തേക്ക് വർഷിക്കുന്ന, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളിലേക്കും വർഷിക്കുന്ന വിശുദ്ധ റമളാനിൽ വ്രതമെടുത്തുകൊണ്ട് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ 10 അത് കാരുണ്യത്തിന്റെ 10ആയി പ്രഖ്യാപിക്കുകയാ. റഹ്മത്ത് ചൊരിയുന്ന അല്ലാഹുവിന്റെ കാരുണ്യം പേമാരി പോലെ പെയ്തിറങ്ങുന്ന അതേ 10 ദിനരാത്രങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാ. വ ഔസതുഹു മഗ്ഫിറ, ഇടയ്ക്കുള്ള രണ്ടാമത്തെ 10 ഉണ്ടല്ലോ, ആ 10 മഗ്ഫിറത്തിന്റെ 10ആണ്. വ ആഖിറുഹു ഇത്ഖും മിനന്നാർ, നരകമോചനത്തിന്റെ 10ആണ്. മൂന്നാമത്തെ 10 മൻ ഖഫഫ അൻ മംലൂകിഹി ഫീഹി ഗഫറല്ലാഹു ലഹു വ അഅതഖഹു മിനന്നാർ, തന്റെ അധീനതയിൽ ജോലി ചെയ്യുന്ന തന്റെ ജോലിക്കാരനോട് ആരെങ്കിലും ഒരു മയം കാണിച്ചാൽ, ഒന്ന് എക്സ്ക്യൂസ് ആക്കി കൊടുത്താൽ, തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന, അത് ബംഗാളിയാകട്ടെ, ആസാമിയാകട്ടെ, ബീഹാരിയാകട്ടെ, ആരുമാകട്ടെ, തന്റെ കീഴിൽ കടയിലോ തന്റെ പള്ളിയിലോ തന്റെ ജോലിയിൽ തന്റെ കൂടെയോ ഒക്കെ ജോലി ചെയ്യുന്ന ജോലിക്കാരോട് ഒരു വിട്ടുവീഴ്ച ആ മാസത്തിൽ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഗഫറല്ലാഹു ലഹു വ അഅതഖഹു മിനന്നാർ, അവന്റെ മുഴുവൻ പാപങ്ങളും പടച്ചവൻ പുറത്തു കൊടുക്കുന്നു, അവനെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇന്ന് ചില പള്ളികളില് പള്ളി തൂത്തുവാരാൻ നിൽക്കുന്നത്, പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ നിൽക്കുന്നത്, പള്ളിയിൽ ബാത്റൂം കഴുകാൻ നിൽക്കുന്നത് അന്യ സംസ്ഥാനത്തിലുള്ള ചില പാവങ്ങളായ ആളുകളാണ്. അവരിൽ ഹാഫിളീങ്ങളുണ്ട്, ഹാഫിളീങ്ങളല്ലാത്തവരുണ്ട്. റമളാൻ മാസം എത്തിക്കഴിഞ്ഞാൽ അവരെയൊന്നും പരിഗണിക്കുന്നില്ല, അവരെയൊന്നും പരിഗണിക്കുന്നില്ല. സാധാരണ മാസങ്ങളെക്കാൾ റമളാൻ മാസത്തിൽ അവർക്ക് ഇരട്ടി ഇരട്ടി ജോലികളാണ്. വൈകുന്നേരം നോമ്പ് തുറ കഴിയുമ്പോ പള്ളിയുടെ പരിസരത്ത് കിടക്കുന്നതായ അഴുക്കുകള്, ആളുകൾ ഭക്ഷണം കഴിച്ചതിന്റെ വേസ്റ്റുകള്, ആ ഗ്ലാസും ആ പേപ്പറുകളും ആ പ്ലേറ്റുകളും കടിച്ചതായ ഭക്ഷണത്തിന്റെ വേസ്റ്റുകളും ഒക്കെ വാരിക്കളയണം. ഈ സാധുവായ മനുഷ്യൻ കഴിക്കുന്നത് എപ്പോഴാ? അവൻ ഇടയത്താഴം കഴിക്കുന്നത് എപ്പോഴാ? അവൻ നോമ്പ് തുറക്കുന്നത് എപ്പോഴാ എന്നൊരു മനുഷ്യന്
മനുഷ്യനും നോക്കുന്നില്ല. ആരും നോക്കുന്നില്ല. ഈ പാവപ്പെട്ട ബംഗാളി അല്ലെങ്കിൽ ബീഹാരി അല്ലെങ്കിൽ ആസാമി ഏതുമായിക്കോട്ടെ, ഈ പാവപ്പെട്ടവൻ ആളുകള് നോമ്പ് തുറന്നിട്ട് വലിച്ചു വാരിയങ്ങ് എറിയല്ലേ. പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചിട്ട് ആ പ്ലേറ്റ് വലിച്ചെറിയുന്നു, ഗ്ലാസ് വലിച്ചെറിയുന്നു, തണ്ണിമത്തനൊക്കെ കഴിച്ചിട്ട് അതിന്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളൊക്കെ വലിച്ചെറിയുന്നു, ഓറഞ്ചും ആപ്പിളും ഇങ്ങനെ ഫ്രൂട്ട്സിന്റെയും ഇതിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെ ഒക്കെ കാണും. ഇനി തറാവീഹ് നിസ്കരിക്കുമ്പം പള്ളി പ്രസിഡന്റ് വരുമ്പം കണ്ട അയാൾ ഈ പാവപ്പെട്ടവനെ പിന്നെ ചീത്ത വിളിയാണ്. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യും? പള്ളി പ്രസിഡന്റ് വരുന്നതിന് മുന്നേ ഈ പാവപ്പെട്ടവൻ പെട്ടെന്ന് അയാൾ നോമ്പൊക്കെ തുറക്കണതില് ഭക്ഷണം കഴിക്കുന്നത് പാതിരാത്രി സമയത്തായിരിക്കും. അപ്പോഴും ഇയാൾക്ക് ജോലിയോടെ ജോലി തന്നെ. അയാളുടെ ശമ്പളത്തിന് മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. അയാളോടുള്ള പെരുമാറ്റത്തിന് വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. പൊന്നാര മുത്തുനിബിതങ്ങൾ പഠിപ്പിക്കുന്നു. അത് പള്ളിയിൽ നിൽക്കുന്ന ജോലിക്കാരനാണെങ്കിലും നമ്മുടെ കടയിൽ നിൽക്കുന്ന ജോലിക്കാരനാണെങ്കിലും നമ്മുടെ ആശ്രിതരായി നമ്മുടെ കീഴിൽ പണിയെടുക്കുന്ന അത് മലയാളിയാണെങ്കിലും മറ്റ് ഏത് ഭാഷക്കാരനാണെങ്കിലും അവരോട് നിങ്ങൾ മാന്യമായി ഇടപെടണം. അവർക്ക് നിങ്ങൾ മാന്യത കൽപ്പിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് റമളാൻ മാസത്തില് മൻ ഖഫഫ അൻ മംലൂക്, അവന്റെ അധീനതയിൽ ജോലി ചെയ്യുന്ന, അവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആ ജോലിക്കാരോട് അതേ ഒന്ന് മാന്യത പുലർത്തിയാൽ, ഒന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ ഗഫറല്ലാഹു, അല്ലാഹു അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുന്നു. വഅഅതഖഹു മിനന്നാർ, അല്ലാഹു അവന് നരകത്തിൽ നിന്ന് മോചനം നൽകുന്നു.